ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 3 കിലോ കായിന് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇത് പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഭാഗം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരിഞ്ഞു കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തള്ള വിരൽ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് പൊളിച്ചെടുക്കാം. ഈ കായ നമുക്ക് കുറച്ചൊരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കറ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോ കായകളും നമുക്കിങ്ങനെ ഒരു കളഞ്ഞെടുത്ത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കാം. ആദ്യം കായ കംപ്ലീറ്റ് തോല് കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കാം. എല്ലാ കായും നമ്മളിങ്ങനെ ഉരച്ച് ക്ലീൻ ചെയ്ത് എടുക്കണം. കായ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഒന്ന് നടു കീറിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നിറയെ നമുക്ക് ആയിട്ട് കൊടുക്കണം. ടൈറ്റാക്കി തന്നെ കായിട്ട് കൊടുത്തെങ്കിൽ നല്ല വറന്ന് കിട്ടുള്ളൂ. നമുക്ക് ആയിട്ടിട്ട് ആദ്യത്തിൽ തന്നെ ഇളക്കി കൊടുക്കരുത്. ഒരു 5 മിനിറ്റ് സമയം വെറുതെ ഇടാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. തൂക്കാരി അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂക്കാനായിട്ടിടാം. ഒരു 3/4 ഭാഗം മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഈ രീതിയിലാണ് ഇളക്കി കൊടുക്കേണ്ടത്. മേലേക്കൊന്ന് ഇട്ടിട്ട് താഴേക്കിടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണമെങ്കിൽ കറക്റ്റ് ഉള്ളൊക്കെ മുരിഞ്ഞ് വരുള്ളൂ. നമുക്ക് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഈ അരിയുടെ ഭാഗം മൂപ്പ് കുറവായിട്ട് മൂത്തിട്ടുണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ വെള്ളം ചാറി കൊടുത്തിട്ട് മൂക്കാനായിട്ട് ഒന്നും കൂടി ഇടാം. ഒരു 1 മിനിറ്റ് കൂടി. നമുക്കത് കോരിയെടുക്കണം. തീ കൂട്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. കുറച്ച് അരി നമുക്ക് കുറച്ച് മതിയാക്കി അരി നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നല്ല ജീരകവും ഒരു 3 ടീസ്പൂൺ നല്ല ജീരകം, ചുക്ക് ഒരു 5-6 കഷ്ണം മതി ചുക്ക്, പിന്നെ ഒരു 15 കഷ്ണം ഏലക്കായ, 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമുക്കിത് പൊടിച്ച ശേഷം നല്ലപോലെ അരിച്ചെടുക്കണം. അരി നമ്മ വറുത്ത് പൊടിച്ചെടുത്തണത്. അതുപോലെ തന്നെ ചുക്കും നല്ല ജീരകവും ഏലക്കായ പഞ്ചസാരയൊക്കെ കൂട്ടി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ ഉരുളി നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ 600 ഗ്രാം ശർക്കര, 3 കിലോ കായിൽക്കുള്ള അളവാണ് കേട്ടത്. 600 ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിൽ അഴുക്കൊക്കെ കളയാം. അരിച്ചെടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ശർക്കരയിൽ.
ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി, നമ്മുടെ ശർക്കര പാനി ഒരു പരിവായിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ട് അത് വേഗമായി കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് വറവ് ഇട്ടിട്ട് നല്ലപോലെ യോജിപ്പിച്ച ശേഷം ആദ്യം ഏലക്കായ, ചുക്കും ജീരകമൊക്കെ പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അരി വറുത്തത് ഒരു 2-3 ടീസ്പൂൺ ചേർത്താൽ മതി. അരി വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് നമുക്കിത് തീരെ ഒട്ടലൊന്നും വരില്ല, ഒന്നിനോട് ഒട്ടി നിൽക്കില്ല. അരി വറുത്തതും നെയ്യും ചേർന്ന് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.